പഠിച്ച കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഞാൻ റിവൈസ് ചെയ്യുന്നത്. ഫസ്റ്റ് സർഫസ് ഏരിയയുടെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ സിലിണ്ടറാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സിലിണ്ടർ വരുന്നത്. അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റേഡിയസ് ആറും ഹൈറ്റ് എച്ചും ആണ്. അപ്പോൾ ഇതിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ഈ ബേസ് വരുന്നുണ്ട്, ശരിയല്ലേ? ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ഈ ബേസ് വരും, മുകളിലത്തെ ബേസ് വരുന്നുണ്ട്, ശരിയല്ലേ? ഓക്കെ ആണോ? മുകളിലത്തെ സർഫസ് വരുന്നുണ്ട്, കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് ഇത്? ഇങ്ങനത്തെ കേർവ്ഡ് സർഫസും കൂടി വരുന്നുണ്ട്. ഇത്രയാണ് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ, അല്ലേ എൽമിയ? മനസ്സിലായോ? മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇവിടുത്തെ ഏരിയ ബൈ ഹാർട്ടാക്കി വെക്കാം. ഇവിടെ മുകളിലത്തെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ എഴുതുന്നത്. മുകളിലത്തെ ആൾ സർക്കിൾ ആയതുകൊണ്ട് അതിൻ്റെ ഏരിയ πr² ആണ്, അല്ലേ എൽമിയ? ശരിയല്ലേ? താഴത്തെ ആളോ? അതും സർക്കിൾ തന്നെയാണ്, റേഡിയസ് 6 ആയതുകൊണ്ട് അതിൻ്റെ ഏരിയയും πr² ആണ്. മനസ്സിലായോ? പിന്നെ വരുന്ന ആൾ ആരാണ്? പിന്നെ വരുന്ന ആൾ ഇയാളാണ്. ഇയാൾ പറയുന്ന പേര് കേർവ്ഡ് സർഫസ് ഏരിയ, CSA എന്ന് ഷോർട്ട് ഫോമിൽ എഴുതും നമ്മൾ. കേർവ്ഡ് സർഫസ് ഏരിയ CSA എന്ന് എഴുതിയാൽ മതി. നമ്മൾ അത് ബൈ ഹാർട്ടാക്കി വെക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. 2πrh അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ എൽമിയ, കേട്ടല്ലോ? അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഒരു സിലിണ്ടർ എന്ന് പറയുമ്പോൾ 2 ബേസ് ഉണ്ട്, 2 ബേസും സർക്കിളാണ്. πr² താഴെ πr² മുകളിൽ. പിന്നെ വരുന്ന സർഫസ് എന്ന് പറയുന്നത് കേർവ്ഡ് സർഫസ് ആണ്, ഈ കാണുന്ന ആളാണ്. ഈ കേർവ്ഡ് സർഫസ് ഏരിയ അത് പഠിച്ചു വെച്ചാൽ മതി, എങ്ങനെ വന്നു എന്നുള്ളത് വേണ്ട. 2πrh ആണ്. അപ്പോൾ സിലിണ്ടറിൻ്റെ ഓരോ പാർട്സിൻ്റെയും ഏരിയാസ് പറഞ്ഞു. ഇനിയപ്പോൾ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ TSA അതാണ് നമുക്ക് ഇപ്പോഴും ആവശ്യം വരുന്നത്. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ഈ 3 ഏരിയാസുകളും ആഡ് ചെയ്യണം, അല്ലേ എൽമിയ? ശരിയല്ലേ? ഓക്കെ ആണോ? 3 ഏരിയാസുകളും ആഡ് ചെയ്യണം. 3 ഏരിയ ആഡ് ചെയ്യുമ്പോൾ πr² ആഡ് ചെയ്യുക. πr² ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2πr² പ്ലസ് പിന്നെ കേർവ്ഡ് സർഫസ് ഏരിയയും കൂടി ആഡ് ചെയ്യുമ്പോൾ 2πrh. മനസ്സിലായോ? ഇത് പഠിച്ചിട്ടുണ്ട് ഇല്ലേ എൽമിയ? ഇല്ലേ, പഠിച്ചിട്ടുണ്ട്. ഇത് പക്ഷെ അതിന് മുമ്പ് പഠിച്ചിട്ടുണ്ടാവണം. ഇല്ല? എന്നാ പഠിച്ചു വെച്ചോ. ഓക്കെ, നമുക്ക് പല രീതിയിൽ ക്വസ്റ്റ്യൻ വരുമല്ലോ. ഇവിടെ ശ്രദ്ധിക്ക്, ഇവിടെ നോക്ക്. 2πr കോമൺ ആയിട്ട് എടുക്കാം നമുക്ക് ഇതിൽ നിന്ന്. മനസ്സിലായോ എൽമിയ? 2πr കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇങ്ങനെ പഠിച്ചു വെക്കുന്നതാണ് എളുപ്പം. പ്രോബ്ലം ചെയ്യാൻ എളുപ്പം എന്താണ്? ഇത് തന്നെയാണ് ബെറ്റർ. ഇപ്പം ലാസ്റ്റ് എഴുതിയിരിക്കുന്നതാണ് പ്രോബ്ലം ചെയ്യാൻ എളുപ്പം നമുക്ക്. മനസ്സിലായല്ലോ എൽമിയ? അപ്പോൾ 10th സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. സിലിണ്ടർ ഒരു പാർട്ടാവുന്ന രീതിയിൽ, അതായത് ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് സിലിണ്ടർ മാത്രമായിട്ടല്ല അവർ ചോദിക്കുക, സിലിണ്ടറിൻ്റെ അപ്പുറവും ഇപ്പുറവും ഇതുപോലെ എന്തെങ്കിലും എന്താ മനസ്സിലായില്ലേ? ഇങ്ങനെ ഹെമിസ്ഫിയർ വെച്ചിട്ട് ഇങ്ങനെ ഒരു ക്യാപ്സ്യൂൾ ഉണ്ട്, ഗുളിക, മനസ്സിലായില്ലേ? ഒരു ക്യാപ്സ്യൂൾ ഉണ്ട്, അല്ലെങ്കിൽ ടോയ് ഉണ്ട്. എന്നിട്ട് ഇതിൻ്റെ സർഫസ് ഏരിയ എന്താണെന്നോ വോളിയം എന്താണെന്നോ ഒക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരാം. അങ്ങനത്തെ പ്രോബ്ലംസുകളുണ്ട്. ഓക്കെ എൽമിയ? അപ്പോൾ ഇപ്പോൾ വോളിയത്തിനെ പറ്റി ഇപ്പം ഞാൻ മിണ്ടുന്നില്ല. സർഫസ് ഏരിയയുടെ ഫോർമുല മനസ്സിലായല്ലോ എൽമിയയ്ക്ക്, അല്ലേ? അപ്പോൾ ഇതൊന്ന് ആദ്യം എൽമിയ എഴുതിയിരിക്കുമ്പോൾ ഒപ്പം പഠിച്ചു പോകുമല്ലോ, എന്നിട്ട് അടുത്തത് പറയാം. ഓക്കെ, കേട്ടല്ലോ?